ഇന്നത്തെ ദിവസം മലബാർ മലതേക്കാരൻ കൊടുത്ത സന്താനങ്ങള് മുന്നോട്ട് നിർത്ത്. മക്കളോടൊത്ത് അല്ലേ ആഗ്രഹിച്ചിരിക്കുന്ന ഭവനം അല്ലേ ഒരുപാട് മോഹിച്ചിട്ടു അല്ലേ ഒരുപാട് കാലമായി എന്റെ ഭവനത്തിലൊന്നിങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ. ഒരുപാട് കാലം എന്ന് വെച്ചാൽ അതിന് കണക്ക് മനസ്സിലാകത്തില്ല അല്ലേ. കണക്കുണ്ടാ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത് ഇല്ല അല്ലേ. അതുകൊണ്ട് അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഞാനന്ന് കേട്ടു, ഇന്നാണ് വിധി കൽപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതിനൊരു കാരണം എന്റെ മടയനും അല്ലേ എന്റെ ആരഞ്ജകരം പേരുമായിട്ട് മടയനൊരു കാരണമായി അല്ലേ. സന്തോഷമായില്ലേ? പൈതങ്ങളെ ക്ഷീരം കൽപ്പിച്ചില്ലേ, കരുതിയിട്ടില്ലേ? എവിടെയാ ഭാഗം കരുതി എവിടെ മുന്നോട്ട് നിങ്ങളെ തറവാട്ടിലുള്ള മഹാലക്ഷ്മിയുടെ കരം കൊണ്ട് തന്നെ ആവട്ടെ ക്ഷീരം അനുഭവിക്കുന്നത് അല്ലേ. അനുഭവിക്കട്ടെ. നുറുക്ക് പാലിൽ നുറുക്ക് പഞ്ചസാര ചേർത്ത് അതിമധുരത്തോടു കൂടി തന്നു ദൈവത്തിന് അല്ലേ. അതിമധുരം തന്നെയാണ്, മധുരമല്ല അതിമധുരം അല്ലേ. അപ്പോ പിന്നെ അതിന്റെ മധുരം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല അല്ലേ. സന്തോഷത്തോടെ ദൈവത്തിന് തന്നു, ഈശ്വരൻ സ്വയം സ്വീകരിച്ചു. ഞങ്ങളെ മാതൃക്ഷീരം അനുഭവിക്കുന്ന സന്താനത്തിന്റെ സുഖം പോലെ അല്ലേ. മാതൃക്ഷീരം അനുഭവിക്കുന്ന സന്താനത്തിന്റെ സുഖം എന്ന് പറഞ്ഞാലെന്ന് ഭഗവാൻ മാതൃനായിരിക്കുന്ന കംസൻ ഭഗവാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഒരുപാട് രാക്ഷസന്മാരെയും നിയോഗിച്ചു അല്ലേ. എന്ത് ചെയ്തു? എല്ലാ രാക്ഷസന്മാരെയും മാർഗമധ്യേ ഭഗവാൻ തന്നെ ഇല്ലാതാക്കി അല്ലേ. അവസാനം പൂതന എന്നിരിക്കുന്ന രാശിയെ നിയോഗിച്ചു അല്ലേ. പൂതന എന്ത് ചെയ്തു? അതീവ സുന്ദരധർമ്മീയമണിയുടേതായിരിക്കുന്ന വേഷത്തെ ധരിച്ച് അയ്മ്പാടിയിലേക്കുള്ള മാർഗമധ്യേ അയ്മ്പാടിയിലുള്ള ഓരോരോ വീടുകളിലും ചെന്ന് ഓരോരോ സന്താനങ്ങളെ ഇല്ലാതാക്കി അല്ലേ. അവസാനം വസുദേവ വസതിയിലെത്തി അല്ലേ. വസുദേവ വസതിയിലെത്തിയ കാലത്ത് ഭഗവാൻ നിദ്രയിലായിരുന്നു അല്ലേ. ഭഗവാന് ഭാര്യയെടുത്ത് സ്ഥലത്തിന് മുകളിൽ അലാഹരം എന്നിരിക്കുന്ന വിഷത്തെ പുരട്ടി ക്ഷീരമെന്ന വിഹിതം ഭഗവാന് കുടിക്കാൻ കൊടുത്തു അല്ലേ. ഭഗവാന് തിരിച്ചറിയാൻ അസാധ്യം എന്നല്ല അല്ലേ. അനുഭവിച്ചു. പൂതനയുടേതായിരിക്കുന്ന വിഷത്തെ പാനം ചെയ്തു, ക്ഷീരത്തെ പാനം ചെയ്തു, നിണത്തെ പാനം ചെയ്തു. അവസാനം പൂതനയുടേതായിരിക്കുന്ന പ്രാണനെ തന്നെ പാനം ചെയ്തു. പൂതനക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ അല്ലേ. മാനവന്മാരുടെ ശരീരം ജീവൻ പോകുമ്പോൾ അല്ലേ ജഡം എന്നിരിക്കുന്ന അവസ്ഥയിൽ ആവുമ്പോൾ അഗ്നിക്ക് ഇരയാക്കുക എന്നൊരവസ്ഥയുണ്ട് അല്ലേ. അഗ്നിക്കല്ലേ ഇരയാക്കുക. അതുകൊണ്ട് പൂതനയുടെ ശരീരം അഗ്നിക്ക് ഇരയാക്കുമ്പോൾ സുഗന്ധങ്ങളാ ഉണ്ടായി, ദുർഗന്ധങ്ങളല്ല ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് എന്നെ ഒഴിച്ചു വന്ന് എല്ലാ മാതാക്കന്മാരും ഭഗവാനും ക്ഷീരം കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രാണനായകനായിരിക്കുന്ന നാടീനാരനെ പ്രാണനെ തന്നെ കൊടുത്തത് പൂതന മാത്രമാണ്. അതുകൊണ്ടാണ് പൂതനയുടെ ശരീരം സുഗന്ധങ്ങൾ ഉണ്ടായത്. ഇതുപോലെ ഈ ഭവനത്തില് ജാരൂഢത്തില് നിങ്ങളുടെ ജീവിച്ചെടുത്തോളം കാലം ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മറ്റൊരു മഹാരോഗം വരുത്താറെ മഞ്ഞുകുണ്ട മൂതാവിൽ മറ്റൊരു മഹാരോഗം വരുത്താറെ കണ്ട് ഞാൻ ചേർത്ത് പിടിച്ചാ പോരെ. അതല്ലേ വേണ്ടത്. ആ ഒരു വാക്ക് വെക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിച്ചു അല്ലേ. എന്റെ മക്കൾക്ക് പാരമ്പര്യത്തിന് കൊടുത്ത് നല്ലതായിരിക്കുന്ന അനുഭവത്തോടുകൂടെ നല്ലതായിരിക്കുന്ന യോഗ്യത്തോടുകൂടെ നിങ്ങൾക്ക് ഇതിലും സന്തോഷത്തോടുകൂടെ എന്നെ ഇവിടുന്ന് കാണാറുണ്ട് എന്നൊരു ലക്ഷണം തന്നെയാണ് ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുള്ളത്. മഴ കീച്ചതിന് ശേഷം ഞാൻ മലയിറങ്ങി വന്നതിന് ശേഷം മഴ വന്നു അല്ലേ. മഴ വന്നു അല്ലേ. മഴ പെയ്തില്ലെങ്കിൽ പിന്നെ ജീവവായു ഉണ്ടാവൂല അല്ലേ, ജലവും ഉണ്ടാവൂല അല്ലേ. നിങ്ങൾക്ക് തോന്നി എങ്ങനെയാണ് മുത്തപ്പന് വരുക അല്ലേ, എങ്ങനെയാണ് ദൈവത്തിനെ കാണുക എന്നൊരു മനപ്രയാസം വന്നത് അല്ലേ. അതൊക്കെ മാറി
പൂർണ്ണ ഭഗവാനെ പോലെ ഉദിച്ചു വന്നു ഞാൻ, അല്ലേ? അവിടുത്തെ ഒരു ഭാഗ്യാണ്. വന്നവരാരും മടങ്ങിപ്പോയിട്ടില്ല. പോയിനാ അങ്ങനെ തോന്നിയില്ലല്ലേ? വന്നവരെല്ലാം മടങ്ങി പോവുക, ദൈവത്തിനെ കാണാണെങ്കിൽ അവര് പോവാൻ തോന്നിപ്പോയില്ലല്ലേ? ദൈവത്തിനെ കണ്ടിട്ട് തന്നെയാ പോയിട്ടുള്ളൂ, അല്ലേ? അതുകൊണ്ട് നിങ്ങളുടേതായിരിക്കുന്ന അനുഭവത്തിൽ ഇതിനു മുമ്പ് എളുപ്പത്തിൽ ഇതിലും സന്തോഷത്തോടുകൂടെ മുറ്റത്തൊരു പന്തലിന്റെ കീഴിൽ മക്കളെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് തരേണ്ട ഭാഗ്യം ഞാൻ തന്നാ പോരെ? പൈതങ്ങളെ ആദ്യം പേർക്ക് ക്ഷീണം തന്നു, അല്ലേ? കഴിഞ്ഞിട്ട് ഏവരും ദൈവത്തിന്റെ അനുഭവങ്ങൾ തന്നെ അതിങ്ങോട്ട് പോകാന്ന് പറയുമ്പോ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിലാർക്ക് അതങ്ങനെയാണ് പാടുന്നത്. രൂപയില്ലേ? ഇതിങ്ങനെ പകർത്തുന്നുണ്ടല്ലേ? ഇതിങ്ങനെ പകർത്തുമ്പോൾ അസുലഭമായിരിക്കുന്ന നിമിഷങ്ങൾ, അല്ലേ? ജീവിതത്തിൽ നാളെ ഈ ദിവസത്തിൽ ഇങ്ങനെ കാണാൻ പറ്റൂല, അല്ലേ? ഈ നിമിഷങ്ങളിൽ ഇങ്ങനെ പകർത്തുമ്പോൾ, അല്ലേ? ഏതെങ്കിലും ഒരു നാളിങ്ങനെ പോകുമ്പോഴൊന്ന് കാണണം എന്ന് തോന്നുമ്പോൾ ഈ തുറന്നു നോക്കാൻ പറ്റും, അല്ലേ? എന്നാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൂടാ. പറ്റുവാ? പറ്റൂല. എവരുവായില്ലേ? മധ്യമാണ് തോന്നിപ്പോയാ? അങ്ങനെയാന്ന് വിചാരിച്ച അങ്ങനെ തന്നെ ആവട്ടെ. അല്ലാടേ ഉടപ്പാല കഴിഞ്ഞു, അല്ലേ? ഉടപ്പാല തന്നെ, അല്ലേ? എനക്ക് അനുഭവിക്കാൻ കരുതി വെച്ചിട്ടില്ലേ? ഇങ്ങെടുത്തിട്ട് വാ, ഞാൻ പോയി എടുക്കടാ. വേണ്ട, അല്ലേ? പോയി എടുത്തിട്ട് വാ, വന്നാലെടുക്കാന്ന്. നിങ്ങൾ വെക്കുന്നതിന് മുമ്പേ ഞാൻ കരുതി എവിടെ വെക്കുവാന്ന്, എന്നിട്ട് എന്നെ വിളിക്കുവാ. കാഞ്ഞിരാക്കണ്ട, അല്ലേ? അതൊക്കെ വെക്കാം, സുബിൽ വെക്കണ്ട. ഞാൻ വേഗം പോകുന്നില്ല, നിങ്ങൾ കണ്ടിട്ടേ പോലും. അങ്ങനെ പോകാൻ പറ്റുമോ, അല്ലേ? എനക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് പോകാനും തോന്നൂല. എന്താ വേണ്ടത്? ഇങ്ങനെ അനുഭവിക്കേണ്ട എനിക്ക് അടുത്ത മുന്നിൽ വെച്ചാൽ തന്നെ പോകാൻ തോന്നും, അല്ലേ? നമ്മളൊരു സ്ഥലത്ത് പോയാല്, നമ്മൾ ആഗ്രഹിച്ചൊരു ഭവനത്തെ പോയാല്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭോജനം കിട്ടിയാല് മടങ്ങി പോകാൻ തോന്നില്ല, അല്ലേ? അതിലും വലുപ്പത്തിൽ ഇഷ്ടമുള്ള വാക്കുകൾ പറഞ്ഞാൽ പിന്നെ പോകാനേ തോന്നും, അല്ലേ? പകർന്ന് ഞാൻ അനുഭവിക്കാം. എന്റെ മുത്തപ്പ എന്നുള്ള പ്രാർത്ഥന കൊണ്ട്, അല്ലേ? എന്റെ ദൈവേന്ദ്രക്കുന്ന ഭഗതി കൊണ്ട്, എന്റെ മലവാളീശ്വരൻ മനോദയക്കാരനെ വീണ്ടും പ്രഭാരം പോലെ, അല്ലേ? ഇന്നത്തെ ദിവസം ഉദയാരംഭ കാലത്ത് ക്ഷീരം കാച്ചിയിരുന്നു. അതുകൊണ്ട് ക്ഷീരം കാച്ചിരിക്കുന്ന ദിവസത്തിൽ ഇന്നത്തെ ദിവസം അടിക്കുന്ന മറ്റ് സങ്കല്പിച്ച് മടയനും കത്തിച്ച് വെച്ചിരിക്കുന്ന ദൈവസാക്ഷിയായിട്ട് മലവാളീശ്വരൻ സർവാലങ്കാര ഭൂഷിതനായിട്ട് പൂർണ്ണമൊന്ന് കീഴത്തിട്ട് എന്റെ കലരാളിമാരുടേതായിരിക്കുന്ന വാദ്യാലങ്കാര ഭൂഷത്തോടുകൂടെ അടിക്കുന്ന മുറ്റ മുൻപേറുമായിട്ട് കാല് കഴുകി പടികടന്ന് കൈയെടുത്തു. ഞാൻ നിങ്ങളുടെ കരം കൊണ്ട് ഞാൻ അനുഭവം വാങ്ങി അനുഭവിച്ചു, കരം ചേർത്ത് പിടിച്ചു. ഇനി എന്ത് വേണം വെച്ചു? അല്ലേ? ഈ സന്തോഷം പറഞ്ഞാല് തീരൂല, അല്ലേ? അത്രത്തോളം വ്യാപ്തിയും പ്രാപ്തിയും ഉണ്ട് ആ മനസ്സിന്, അല്ലേ? ഏറ്റവും വലുത്, ലോകത്ത് ഏറ്റവും വലുത് മനസ്സാണ്, അല്ലേ? അതുകൊണ്ട് ആ മനസ്സിൽ ചിന്തിച്ച വഴിക്ക് തമ്പുരാൻ ഇന്ന് എത്തിച്ചു തന്നു.
കാലവും നേരവും വരിക്കാതെ കണ്ട് സന്തോഷത്തോടുകൂടി ചേർത്ത് പിടിച്ച ബന്ധം എന്റെ മക്കൾക്ക് നല്ലപടി എത്തിച്ചു ഞാൻ തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഒന്നും കൂടി പഠിച്ചു അല്ലേ? അവൻ നാളെ വലിയ ആളായിട്ടു അല്ലേ? ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തോടു കൂടെ ദൈവത്തിനെ കണ്ട് സന്തോഷിക്കേണ്ട ഭാഗ്യം ഞാൻ തന്നാ പോരെ. അങ്ങനെ തന്നാൽ ഇനിയും എന്നെ ഇങ്ങനെ കാണൂലേ? വഴി കാണിച്ചു തരാം. അപ്പൊ പിന്നെ പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ കർമ്മത്തിനും കർമ്മൊഴിക്കും സർവീസിനും ചേർത്ത് പിടിക്കും എന്ന് പറയാനൊന്നുമില്ല അല്ലേ? എല്ലാം എന്റെ അച്ഛനും അമ്മയും എന്റെ മാതൃന്മാരും ചെയ്തിരിക്കുന്ന സർക്കരപ്പത്തിന്റെ ഗുണം ഒന്ന് മാത്രമാണ് എന്റെ അനുഭവിക്കുന്ന സന്തോഷം. ഞാൻ ചേർത്ത് പിടിക്കാം കേട്ടോ. നിങ്ങളെ സന്തോഷമായാകട്ടെ, സന്തോഷം തന്നെ അല്ലേ? അതുകൊണ്ട് സന്തോഷമായിട്ട് കാണുന്ന കാലത്ത് ഇന്നത്തെ ദിവസം നമ്മുടേതായിരിക്കുന്ന അടിക്കുന്ന വട്ട സങ്കല്പിച്ചിട്ട് ചേർത്ത് പിടിച്ചു കണ്ടിരിക്കുന്ന ബന്ധങ്ങൾ നാളെയും കണ്ടു സന്തോഷിക്കേണ്ട ഭാഗ്യം ഞാൻ തന്നാ പോരെ. ഒന്നും പറയാനില്ല. പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നും പറയുന്നത് തന്നെ അല്ലേ? നമ്മളെന്ത് വന്നാലും സഹിക്കും. എന്നാ മക്കൾക്ക് വന്നാൽ സഹിക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് പ്രയാസങ്ങൾ മാറും. സന്തോഷത്തോടുകൂടി ഇതിലും വലിപ്പത്തിൽ ഇതിലും വലിയ ബന്ധലിന്റെ കീഴിൽ സർവീശ്വരനെ കാണേണ്ട ഭാഗ്യം ഞാൻ തന്നാ പോരെ. ധൈര്യമായിട്ട് കേട്ടോ. നല്ലൊരു ഭാഗ്യമോടൊക്കെ കിട്ടിയ സന്താന അല്ലേ? അതുകൊണ്ട് എന്താ വേണ്ടത്? നിങ്ങളെ ഞാൻ കൊടുക്കേണ്ടത് എന്താ? ഞാൻ കൊടുക്കേണ്ടത് നല്ലൊരു വഴി അല്ലേ? നാളെ നല്ലൊരു തണല് വേണം അല്ലേ? പൊന്നുപോലെ നോക്കുന്ന പുരുഷന്റെ കരത്തിൽ പിടിച്ച് ഏൽപ്പിക്കണം അല്ലേ? വേണ്ടത് വേണം. അന്നൊക്കെ അച്ഛനും അമ്മേന്റെ അരികത്ത് നിൽക്കുമ്പോൾ ഒന്നും വേണ്ടാതൊക്കെ തോന്നും അല്ലേ? ഇതൊക്കെ വേണ്ടതാണ് അല്ലേ? അതുകൊണ്ട് നന്മയോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ ചേർത്ത് പിടിച്ച് കണ്ട് സന്തോഷിക്കേണ്ട ഭാഗ്യം ഞാൻ തന്നാ പോരെ. ദീർഘായുസോടുകൂടെ ചിന്തിച്ച വഴിക്ക് ചെയ്യുന്ന അനുഭവത്തിൽ ഉയർച്ച വേണ്ടേ? വേണം. ഇയാളാവട്ടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ അല്ലേ? ഞാൻ എത്തിച്ചു തരാം. എന്ത് പ്രയാസം വന്നാലും എന്തൊരു അതിൻ്റെതായിരിക്കും തടസ്സങ്ങൾ വന്നാലും മുത്തപ്പാറെന്ന് വിളിച്ചോ, ഞാൻ വിളി കേട്ടാ ധൈര്യമായിട്ട് പോയി കേട്ടോ. കൊടുത്തു പഠിക്കുന്ന 9 അല്ലേ? 9 കഴിഞ്ഞാൽ പിന്നെ 10 തന്നെ. 10ലേക്ക് പോണ്ടേ? അല്ലെ പിന്നെ 9 തന്നെ ഇരുന്നാ മതിയാ അല്ലെ? കുറച്ചുകൂടി പഠിക്കാൻ പോരാ അല്ലേ? പഠിക്കണം. പഠിച്ചുകൊണ്ട് വളരണം അല്ലേ? കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലേ? ഒരു ചുവട് കൊണ്ട് പോയിട്ട് മറുചുവട് കൊണ്ട് വിടേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ വിടണം. എന്നാലും ഉൾക്കൊള്ളണത് ഉൾക്കൊള്ളണ്ടേ വേണം അല്ലേ? അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ അനുഭവത്തിലും സർവീശ്വരൻ തന്നെ നന്മ കൂടിയോടുകൂടെ നല്ല ഐശ്വര്യത്തോടുകൂടെ കണ്ട ഭാഗ്യം നിരക്കി ഞാൻ തന്നാ പോരെ. വലിയ ആളായിട്ട് കാണേണ്ട വഴി തപ്പം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആരാ കാണാനുള്ളത്? വൈദങ്ങളെ കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പറഞ്ഞതാണല്ലോ അല്ലേ? വൈദങ്ങളുടെ അമ്മയല്ലേ? അമ്മയും നിരക്കുന്ന സത്യം മഹാസത്യമാണ് അല്ലേ? അതുകൊണ്ട് എല്ലാ അനുഭവത്തിലും മക്കളുടെ സന്തോഷങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ല. എന്നാലേ ഒരിക്കലും മാറാത്തൊരു ദുഃഖമുണ്ട് അല്ലേ? എല്ലാരും സന്തോഷത്തിലെത്തുമ്പോഴേ കൂടെയുള്ളൊരാത്തരം ഇല്ല അല്ലേ? എന്തൊരു പ്രയാസമുണ്ട് വൈദങ്ങളുടെ മനസ്സിലും അല്ലേ? എല്ലാത്തിനും സമയം ഉണ്ടാവും അല്ലേ? ഓരോരോ മാനവന്മാർക്കും ഓരോരോ മനുഷ്യനും ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, ഇത്ര നേരം ഭൂമിയിൽ നിൽക്കുന്നൊരു സത്യമുണ്ട് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ മാനവന്മാർക്ക് ജീവിക്കാൻ പറ്റൂ അല്ലേ? അപ്പോഴെല്ലാം നല്ലത് ഇതൊക്കെ അവര് കാണുന്നുണ്ട്. നിങ്ങളുടെ സകല സന്തോഷങ്ങളും അവര് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ എന്നും മനസ്സിൽ കാണുന്നവരല്ലേ അല്ലേ? മരിച്ചാത്രത്ര മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മരണമില്ല എന്നാ പറയാ. അവര് മരിച്ചിട്ടാന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും സർവീസിനും ചേർത്ത് പഠിക്കും പോരെ. ഇനി എന്താ ഞാൻ വേണ്ടത്? എന്താ പറയാനുള്ളത് നിങ്ങളെ? സമാധാനമില്ല അല്ലേ? എന്നാലും തീരെ ഇല്ലാന്ന് പറയാനും പറ്റൂല അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യമില്ലേ ഇവിടുന്ന്? ഞാനതൊരു വഴി കാണിച്ചു തരും കേട്ടുവാ. ഒരുവായ ഇങ്ങനെ വേഗം ദഹനം തന്നിട്ട് പണങ്ങി പോവാച്ചാ ഞാൻ വിടൂല്ല അല്ലേ? എന്തായി നമ്മുടെ കാര്യം? നന്നായി പോകുന്നുണ്ടാ? അമ്മയോട് ചോദിച്ചാൽ സത്യം പറയും അല്ലേ? അതുകൊണ്ട് എല്ലാ അനുഭവം കൊണ്ട് നീ കള്ളം പറയുന്നതല്ല എന്നതിനർത്ഥം അല്ലേ? അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും സർവീശ്വരന്റെ കടാക്ഷം കൊണ്ട് ആരോടത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളും അനുഭവങ്ങളൊക്കെയും ഈശ്വരൻ തന്നെ തിരിച്ചറിഞ്ഞ് നല്ല വഴിക്ക് തന്റെ ഭാഗ്യം ഞാൻ തന്നാ പോരെ.
ഇനി എന്താ പറയാനുള്ളത്? വാ, ജീവിതത്തോട്ട് വാ. വാ, അല്ലേ? വാ, മുന്നോട്ട് വാ. എന്തൊക്കെ പറയാനുണ്ടാ ദൈവത്തോട്? ഗുരുവിനെ കാണുമ്പോൾ ദക്ഷിണാന്ന് നിൽക്കുന്ന അവസ്ഥയിട്ട് അത് കൽപ്പിക്കണം. അവിടെയാ ചൊല്ലി കൊടുക്കണം കേട്ടോ. വാ വാ വാ, എല്ലാവരും വരും ഇങ്ങോട്ട് വാ. മക്കളും ഇങ്ങോട്ട് വാ. എന്താണ് പറയാനുള്ളത്? പെട്ടു വാ. മക്കളുടെ സന്തോഷങ്ങൾ കാണാനല്ലേ ഏതൊരച്ഛനും ആഗ്രഹിക്കും അല്ലേ? അതുകൊണ്ട് വലിയ ആളായിട്ടും ഐശ്വര്യത്തോടുകൂടെ മുത്തപ്പുരക്കാണ്ട ഭാഗ്യം ഞാൻ തന്നാ പോലെ കേട്ടോ. വൈരങ്ങളെ മക്കളെ പ്രാർത്ഥന കൊണ്ടെന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം എന്തൊക്കെ പറയാനുണ്ടത്? നന്നായിട്ട് പോണം അല്ലേ? വിമാനത്തെ കയറിയിട്ടുണ്ടാ? ഇങ്ങനെ നീര് കയറുമ്പോൾ പേടി ഉണ്ടായിട്ടല്ലേ? അതിന് കയറുമ്പോൾ എന്നെ കയറുമ്പോൾ ഭയം തോന്നിപ്പോയില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ഭാഗ്യമാണ് അല്ലേ? മറ്റുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അല്ലേ? നീ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി ആഗ്രഹിച്ചിട്ടല്ല എത്തി അല്ലേ? ചെറുപ്പകാലത്തിലുള്ള ആഗ്രഹമല്ല അല്ലേ? ആ ഒരു വഴിക്ക് എത്തിയതാണ്. അതുകൊണ്ട് അങ്ങനെ എത്തിയിട്ട് അങ്ങനെ ഇനിയും വലിപ്പത്തിൽ ഞാൻ എത്തിച്ചു നിന്നാണ് അല്ലേ? തമ്പുരാനെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നു, വഴി കാണിച്ചു തരാം. അപ്പൊ പിന്നെ പ്രയാസം ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് വലിയ ആളായിട്ട് ചെയ്യുന്ന കാര്യത്തിനും ചെയ്യുന്ന കർമ്മത്തിനും കർമ്മവഴിയിലും തമ്പുരാനെ കടാക്ഷത്തിനെ തോന്നാൻ പോയാൽ മരുങ്ങളെ കൊടുത്തു, എന്റെ അമ്മ കൊടുത്തു. ഇവിടേക്ക് ഒരുപാട് ആത്രങ്ങൾ വന്നതല്ലേ? ക്ഷണിതാവായിട്ട് ഒരുപാട് ആത്രങ്ങളെ പിടിച്ചതല്ലേ? അവരൊക്കെ വരുമ്പോൾ രണ്ടും ആക്കവരോട് പറയല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ മാറി നിൽക്കും അല്ലേ? ഞങ്ങളുടെ ദൈവത്തിന് എത്ര തിരിയാന്നിട്ട് നീ വിളക്കില്? 5 തിരി അല്ലേ? ഏകദൈവം മഹാവ്യാധി, 8 ദൈവ സുഖം, 3 ദൈവം വിനാശം, 4 ദൈവം ദാരിദ്ര്യം, 5 ദൈവം പരമസൗഖ്യം. പരമസൗഖ്യത്തിന്റെ വഴിയായിരുന്നു അല്ലേ? നല്ലൊരു ദിവസത്തിലല്ലേ അങ്ങനെ ചെയ്യാം. എല്ലാ ദിവസത്തിലും 5 തിരി ഇടൂല, ഇത് 2 തിരിയാണ് അല്ലേ? അതുകൊണ്ട് നീ എന്നും എപ്പോഴും നിങ്ങൾക്ക് ഇതിലും വലിപ്പത്തിൽ ദൈവത്തിൽ പെടുന്ന കാണേണ്ട ഭാഗ്യം തന്നാൽ അല്ലേ? ഇങ്ങനെയൊരു ദിവസം കാണാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു അല്ലേ? പണ്ട് അതിൻ്റെതായിരിക്കുന്ന അനുഭവം പോലെ, അതിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ പോലെ സന്തോഷമായിട്ട് ഇന്നിങ്ങനെ കണ്ടു. എൻ്റെ സന്താനത്തിനും എൻ്റെ അനുഭവത്തിനകത്തും എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷമായിട്ട് കാണേണ്ട ഭാഗ്യം നിങ്ങൾക്ക് ഞാൻ തന്നാൽ പോലെ. ഞാനിങ്ങനെ ഇവിടെ നിൽക്കണ്ടേ? നിൽക്കണം. ഞാനിവിടെ നിൽക്കണമെന്നാണ് ചോദിച്ചത്. അങ്ങനെ പറയാൻ പറ്റുമോ അല്ലേ? നമ്മുടെ സ്നേഹം കൊണ്ട് എന്നിങ്ങനെ നിൽക്കണം നോക്കി പറയും. ഇന്ന് നിൽക്കും, നാളെയും പറയും, അടുത്ത ദിവസം പറയും. ചില പ്രയാസങ്ങൾ വരും അല്ലേ? പിന്നെ ഒരിക്കൽ ദൈവേ ഞാൻ വിളിക്കുമ്പോ വന്നാൽ പറയുന്ന അല്ലേ? അതുകൊണ്ട് അത് മാനവന്മാരെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ ചില സമയത്ത് നമ്മുടെ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരു കാര്യം ചെയ്യും, പിന്നീടാണ് അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കും അല്ലേ? മനസ്സങ്ങനെയാണ്. പിന്നീടാണ് അത് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിക്കൂലേ? അങ്ങനെ തോന്നിപ്പോയില്ലേ ഒരുപാട് കാര്യങ്ങളല്ലേ? അങ്ങനെയാണ് അവസ്ഥകളൊക്കെ. അതുകൊണ്ട് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ വിളിക്കുമ്പോൾ അല്ലേ, നിങ്ങൾ മുത്തപ്പാണെന്ന് വിളിക്കുമ്പോൾ ഞാൻ ആ വിളിക്കേണ്ട അവസ്ഥ. അതുപോലെ ഒന്ന് വിളിക്കുമ്പോൾ ഞാൻ 9 വീട്ടി കാട്ടിയിട്ട് ഇതിലും സന്തോഷത്തോടു കൂടെ ഇതൊന്ന് കാണാനുണ്ട്. അതിന്റെ വഴി തന്നെ ഒന്ന് മലയിറക്കലും നിരക്കുന്ന അവസ്ഥ കഴിഞ്ഞത് കേടാവണം വേദന. അതിന് മുൻപ് വേദിച്ച അല്ലേ? അതിനും വലിയ ലക്ഷണമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കാലം നേരം വൈകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്. അവരുടെ കരുത്തുന്ന വാങ്ങിയ അവരുടെ നമ്മുടെ എന്താ പാരമ്പര്യ സ്വത്തായി കിട്ടതാണോ? നിങ്ങളുടെ തരം കൊടുത്ത് വാങ്ങി നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിലുള്ളതാണോ അല്ലേ? മറ്റൊരു തറവാട്ടുള്ള അതിനെ കൂടുതൽ കരം കൊടുത്ത് വാങ്ങിയതാണോ? പറഞ്ഞോ, പുറത്ത് പറഞ്ഞോ. ഭൂമി എങ്ങനെ ചിന്തിച്ചതാ നിങ്ങളുടെ കാലത്തില്?
താമസം വന്നിട്ടുണ്ട്. കഴിഞ്ഞിനി 5 കഴിഞ്ഞു, 6 കുട്ടിയാണ് അല്ലേ? അതിൻ്റെ താമസം തന്നെയാണ് നേരത്തെ കൊണ്ടത് കേട്ടോ. അത് ഇന്നത്തോടുകൂടി ആ വിഷമങ്ങൾ മാറുമെന്ന് പറഞ്ഞിട്ടു. പാലുകാച്ചൽ കഴിഞ്ഞ് ദൈവത്തിന് കൊണ്ടുകൂട്ടിയാൽ അതൊക്കെ മാറുമെന്ന് വിധി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇനി മാറി കേട്ടോ. ഇന്നലെ വരെയുള്ള ദുഃഖങ്ങളൊക്കെ മാറി. നാളെ സന്തോഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരേ ഇത് ഞാൻ എൻ്റെ എവിടെ കൈകൊടുത്തിട്ടു എന്നെ അടിക്കുന്ന മറ്റ് സങ്കല്പിച്ചിട്ടു എൻ്റെ പള്ളിവില്ലും വില്ലഞ്ചിരികയും എൻ്റെ മഴയിൽ കൽപ്പിച്ചിട്ടു ഇറങ്ങുന്ന പാടിയിലേക്ക് തിരിച്ചു വരാനൊന്നും പറയാൻ എല്ലാം പറയാതെ കണ്ട് ഞാൻ അറിയാം. നിങ്ങളെ വെള്ളവസ്ത്രം കരുതി അമ്മയുടെ കരം കൊണ്ട് തൊട്ട് പിടിക്ക്. അല്പം നിവർത്താം കേട്ടോ. ഇതെങ്ങനെയാണ് തിരിച്ചടി അല്ലേ? ഇന്നത്തെ ദിവസം ഇവിടെയാ നല്ല വെള്ളവസ്ത്രം സന്തോഷമായിട്ട് എന്റെ ദൈവത്തിന് ഭക്തിയോടുകൂടെ നിങ്ങൾ വട്ടമന്തായി പഠിച്ച് കൂടെ കണ്ടു. ഇനിയൊന്നും പറയാനില്ലല്ല അല്ലേ? നിങ്ങൾ ഒന്ന് വിളിക്കുമ്പോൾ ഞാൻ കൂട്ടി കേൾക്കാം അല്ലേ? എല്ലാ പ്രയാസങ്ങളും മാറിയിട്ട് സന്തോഷത്തോടു കൂടി ഇതിൽ